യുടെ അവസാന മണിക്കൂർ 64 വിവാഹമെന്ന കൂദാശയോടുള്ള അവഹേളനം. എൻ്റെ ജനമേ, എൻ്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് വരെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയുള്ളൂ. വിവാഹത്തിനും ജീവനുമെതിരെയുള്ള പാപങ്ങൾ അസംഖ്യമാണ്. സാത്താൻ അവൻ്റെ യുദ്ധം നയിക്കുന്നു. നിങ്ങളിൽ അനേകർ അവൻ്റെ ചതിപ്രയോഗങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നു. ഞാൻ പുരുഷനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു. എന്നോടൊപ്പം ഒന്നായി തീരേണ്ടവരാണ് അവർ ഇരുവരും. എന്നാൽ ഇന്ന് അനേകർ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു. അനേകർ എൻ്റെ വഴിയിലല്ല, തങ്ങളുടെ സ്വന്തം വഴിയിൽ ജീവിക്കുന്നു. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വഴികൾ എനിക്ക് സ്വീകാര്യമല്ല. ചുറ്റും നോക്കുക, എത്രയോ പേരാണ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് കാണുക. അവർ തങ്ങളുടെ സ്വാർത്ഥമോഹങ്ങളുടെ പൂരണത്തിനായി തങ്ങളുടെ പങ്കാളികളുടെ ആത്മാക്കളെയും അപകടത്തിലാക്കുന്നു. പലരും പറയുന്നത് അവർ പരസ്പരം അത്രയധികം സ്നേഹിക്കുന്നതിനാൽ ഒരുമിച്ച് ചേരുന്നതിന് വിവാഹം കഴിക്കുന്നത് വരെ കാത്തിരിക്കാൻ അവർക്ക് കഴിയില്ലെന്നാണ്. എന്നാൽ എൻ്റെ ജനമേ, നിങ്ങൾ സത്യമായും ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ആത്മാവിനോട് കരുതലുണ്ടാവുകയും വിവാഹം കഴിയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇവ രണ്ടുമാണ് മഹാപാപങ്ങൾ. നിഷ്കളങ്കരായ എൻ്റെ അനേകം കുഞ്ഞുമക്കളും കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയജനമേ, ഉണരുക. നിങ്ങളുടെ ആത്മാവ് എവിടെയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എത്ര അനായാസം പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കുരിശിൻ്റെ വഴി മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് ഓർക്കുക. എൻ്റെ മക്കളെ, ഈ വാക്കുകൾ കേൾക്കുകയും പുറത്തുപോയി നിങ്ങളുടെ അയൽക്കാരൻ്റെ മുൻപിൽ അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുക. ഞാൻ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത് വിവാഹത്തിലൂടെ അവർ എന്നോട് ഒന്നായിത്തീരുന്നതിനാണ്. എൻ്റെ ജനമേ, വിവാഹത്തിന് മുൻപേ നിങ്ങൾ ഒരുമിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേർ ഇന്ന് ചിന്തിക്കുന്നത് സ്വർഗത്തിലെത്താൻ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ്. എൻ്റെ ജനമേ, ധാർമ്മിക കാര്യങ്ങളിലുള്ള നിങ്ങളുടെ അലംഭാവം എൻ്റെ മുറിവുകളിൽ കൂടി അതിശക്തമായി രക്തമൊഴുകുന്നതിന് കാരണമാകുന്നു. പുരുഷൻ സ്ത്രീയിലേക്കും സ്ത്രീ പുരുഷനിലേക്കും എന്ന എൻ്റെ പദ്ധതിയെ തിരുത്തുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ എനിക്ക് പ്രീതികരമല്ല. നിങ്ങൾ ജീവനോട് എൻ്റെ പദ്ധതിയോട് തുറവിയുള്ളവരായിരിക്കുക. പുരുഷൻ പുരുഷനു വേണ്ടിയോ സ്ത്രീ സ്ത്രീക്ക് വേണ്ടിയോ അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിവാഹത്തിലൂടെ പുരുഷൻ്റെയും സ്ത്രീയുടെയും സംഗമമാണ് യഥാർത്ഥത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾ വിവാഹത്തിൽ ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോട് മരണം വരെ വിശ്വസ്തരായിരിക്കാം എന്ന പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്യുന്നതെന്നറിയുക. എന്നാൽ അനേകം പേർ തങ്ങളുടെ പങ്കാളികളോട് വിശ്വസ്തത പുലർത്തുന്നില്ല. നിങ്ങളുടെ ജീവിത രീതികൾ തന്നെയാണ് പിശാചിന് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ അവസരം നൽകുന്നത്. എൻ്റെ അടുത്തേക്ക് തിരിയാതെ ലോകത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ പ്രലോഭനങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകില്ല. തങ്ങളുടെ ജീവിത രീതി തങ്ങളുടെ ജീവിതങ്ങളെ അപകടത്തിലാക്കുന്നു എന്ന് എൻ്റെ എത്രയോ കുഞ്ഞുമക്കൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ ജനത്തിൽ അനേകർ വിവാഹേതര ബന്ധങ്ങളിൽ ജീവിക്കുകയും ഞാൻ നൽകുന്ന ജീവനെ തിരസ്കരിക്കുകയും ചെയ്യുന്നു. വിവാഹം കൂടാതെ ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തെന്നാൽ അവരുടെ ആത്മാക്കൾ വലിയ അപകടത്തിലാണ്. അനേക സ്ത്രീകൾ ഞാൻ നൽകുന്ന കുഞ്ഞുമക്കളെ വേണ്ടെന്ന് വയ്ക്കുന്നു. അനേകം അമ്മമാർ തങ്ങളുടെ ജീവിതം മാറ്റാനോ ഞാൻ നൽകുന്ന ജീവനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ തങ്ങളുടെ ശരീരത്തെ പാകപ്പെടുത്താനോ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും അമൂല്യമായ ദാനം ജീവനാണ്. വിവാഹം ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കുകയും ഞാൻ നൽകുന്ന ജീവനെ തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മാരക പാപമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വലിയ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയജനമേ, ഉണരുക. നിങ്ങൾ വലിയ പ്രലോഭനങ്ങളുടെ കാലത്താണ് ജീവിക്കുന്നത്. സമയം അടുക്കുംതോറും സ്വയമേ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വിഷമകരമായി തീരും. ഈ വാക്കുകളോട് അലംഭാവം കാണിക്കാതിരിക്കുക. കാരണം ഞാൻ ഇനിയും അധികം നാൾ ഈ സന്ദേശങ്ങൾ അയക്കുന്നത് തുടരുകയില്ല. ചുറ്റും നോക്കുമ്പോൾ എൻ്റെ അനേകം കുഞ്ഞുമക്കൾ മാരക പാപത്തിൽ വീണു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിവാഹത്തിന് പുറത്ത് തങ്ങളുടെ ശരീരങ്ങളെ മറ്റൊരാൾക്ക് സമർപ്പിക്കാനുള്ള തങ്ങളുടെ സന്നദ്ധത മാരക പാപമാണെന്ന് അനേകർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രമാണങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ സമയം മാറ്റിവെക്കണം. വിവാഹത്തിലുണ്ടാകേണ്ട സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വാഭാവിക ബന്ധത്തിന് പകരം
സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും ചേരാമെന്ന് കരുതി സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹബന്ധത്തെ തകർക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ളവർ എൻ്റെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ അപകടത്തിലാക്കുകയും നശിപ്പിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. വിവാഹത്തിലൂടെ ഒന്നായി തീരേണ്ടതിനും പുതുജീവന് ജന്മം കൊടുക്കേണ്ടതിനും വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ എൻ്റെ സൃഷ്ടികർമ്മത്തെ അതേപടി അനുകരിക്കാനും എന്നെ മറികടന്നു പോകാനും ശ്രമിച്ചു. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കുക. ലോകത്തിൻ്റെ നിയമങ്ങൾ എൻ്റെ നിയമങ്ങളല്ല. എൻ്റെ നിയമം എന്നത് എൻ്റെ പ്രമാണങ്ങളാണ്. നിങ്ങൾ വിവാഹത്തിന് പുറത്ത് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ജീവിക്കുകയും അതിനെ സ്നേഹമെന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തേടുന്നത് പിശാചിൻ്റെ മുഖമാണ്. കാരണം അത് എനിക്ക് നിങ്ങളോടുള്ളതുപോലെയുള്ള യഥാർത്ഥ സ്നേഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പങ്കാളിയുടെ ആത്മാവിനെ അപകടത്തിലാക്കുന്ന ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. ശാസ്ത്രത്തിൻ്റെ വഴികൾ പിന്തുടരുന്നത് കൊണ്ടാണ് അനേകർ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വാഭാവിക ബന്ധത്തിൻ്റെ പവിത്രതയെ നിഷേധിക്കുകയും തകർക്കുകയും ചെയ്യുന്നത്. അനേകർ തങ്ങളുടെ ശരീരങ്ങളെ വിൽക്കുകയും ആത്മാക്കളെ അപകടത്തിലാക്കുകയും അബോർഷനിലൂടെ എൻ്റെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ വഴികളെന്നാൽ എൻ്റെ പ്രമാണങ്ങളാണ്. വിവാഹത്തിന് പുറത്ത് നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മാരക പാപത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ ജനമേ, ലോകത്തിൻ്റെ വഴികളിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഇടയിൽ ഞാൻ ആശീർവദിച്ച വിവാഹങ്ങൾ തകർക്കുന്നവർ ശിക്ഷിക്കപ്പെടും. കാരണം പാപം മൂലം വിവാഹത്തെ തകർക്കുന്നത് എന്നെ തകർക്കുന്നതിന് തുല്യമാണ്. വിവാഹബന്ധം വേർപെടുത്താൻ ഒരു ന്യായീകരണവുമില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹ വാഗ്ദാനം നടത്തി വിവാഹത്തിൽ ഒന്നുചേരുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങൾ പരസ്പരം വിശ്വസ്തത പുലർത്തുന്നില്ലെങ്കിൽ കൂടി പങ്കാളിയെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. എന്നോട് ചേർന്ന് ഐക്യപ്പെട്ട ഒരു വിവാഹബന്ധത്തിലായതിനു ശേഷവും വ്യഭിചാരം കൊണ്ട് അതിനെ തകർക്കുമ്പോൾ ഓർത്തുകൊള്ളുക, വിധിയുടെ സമയത്ത് നിങ്ങൾ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ കുഞ്ഞുമക്കളെ, അബോർഷനിലൂടെ നശിപ്പിക്കാൻ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ഒരു ലോകം, വിവാഹത്തിൻ്റെ മൂല്യം കുറച്ചു കാണിക്കാൻ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ഒരു ലോകം, എൻ്റെ പദ്ധതിയല്ല പിന്നെയോ പിശാചിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തുനിയുന്ന ഒരു ലോകം. ഓർക്കുക, നീതിയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. അപകടത്തിലായിരിക്കുന്ന വിവാഹബന്ധങ്ങളെ ഓർത്ത് ഞാൻ അനുദിനം വിലപിക്കുന്നു. എന്തെന്നാൽ സ്നേഹം അസ്തമിച്ചിരിക്കുന്നു. പങ്കാളികൾക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബഹുമാനമോ കരുതലോ ആദരവോ കാണാനില്ല. പങ്കാളിയെ സ്നേഹത്തിൻ്റെ ആലയമായി ആരും കാണുന്നുമില്ല. എൻ്റെ വിശ്വസ്തരോട് എനിക്കുള്ള സന്ദേശം എന്തെന്നാൽ, നിങ്ങളുടെ വിജയത്തിൻ്റെ സമയം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ സമാധാനം ജന്മമെടുക്കുകയും തിന്മ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സമയം. അത് ലാളിത്യത്തിൻ്റെയും മിതത്വത്തിൻ്റെയും സമയമായിരിക്കും. നിങ്ങളുടെ വിളിക്കനുസരിച്ച് ജീവിക്കുക. സ്നേഹത്തിലും ക്ഷമയോടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന ഒരപ്പനും ഒരമ്മയും ആകാനുള്ള വിളിയാണല്ലോ നിങ്ങളുടേത്.